ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊള്ളിക്കിഴങ്ങും മുട്ടയും കൂടിയിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കപ്പയും മുട്ടയും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്രയും കൊള്ളിക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കപ്പ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 6 എടുത്തിട്ടുണ്ട്. എരിവൊക്കെ നമ്മളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളാം കേട്ടോ. പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി കണ്ടില്ലേ, കുറച്ച് വെളുത്തുള്ളി അതേപോലെ നമുക്കിതൊക്കെ കൂടി ചതയ്ക്കാനാണ് കേട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഈ കൊള്ളിക്കിഴങ്ങ് ഞാനിങ്ങനെ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുമ്പ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഇരുന്നോട്ടെ. ഇനി നമുക്കിതൊരു 2 വിസിലടിക്കാം. അത് നമ്മളുടെ കൊള്ളിക്കിഴങ്ങിൻ്റെ വേവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇത് ഞാനൊരു 2 വിസിലാണ് അടിക്കുന്നത്. ഇനി നമുക്ക് 2 വിസിലടുപ്പിച്ചിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ കുക്കർ 2 വിസിലടിച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാന്നറിയോ, പിന്നെ ഇഞ്ചി നമ്മൾ എടുത്തിട്ടില്ലേ, ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിടാം. ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക് 2 പ്രാവശ്യമായിട്ടാക്കാം, അല്ലെങ്കിൽ അത് ചതഞ്ഞ് വരില്ല. ഇതും കൂടി ഞാനിങ്ങോട്ട് ചതച്ചെടുക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കോഴിമുട്ട ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒപ്പം തന്നെ അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ചിക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കാം. കോഴിമുട്ട നമ്മൾ ഈ കൊള്ളിക്കിഴങ്ങ് എത്ര കൊണ്ട് എടുക്കണോ അതിന് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇവിടെ 2 ആളേ ഉള്ളൂ. അത് കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 കോഴിമുട്ട എടുക്കാൻ കാരണം. അപ്പം ഇതേപോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കാം. നമുക്ക് പൊടിയായിട്ടേ നമുക്ക് നല്ലോണം പൊടിയായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. വല്ലാതെ മൊരിയുണ്ട, അങ്ങനെ ഇതേപോലെ അങ്ങനെ ആയാൽ മതി. ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ചതിൻ്റെ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ, നമ്മൾ കൊള്ളിക്കിഴങ്ങ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒന്നിച്ചിട്ടാണ്ട് ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കൂടെ ആയി വരട്ടെ. അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടില്ലേ, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി,
ഇതെല്ലാം കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി കിടന്നിട്ട് ഒന്നങ്ങോട്ട് ശരിയാവട്ടെ. എപ്പോഴും നമ്മൾ കൊള്ളിക്കിഴങ്ങ് ഉണ്ടാക്കുമ്പോൾ കപ്പ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇടണം. അതെപ്പോഴും ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്നും കൂടെ ആയി വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി അത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല തന്നെയാണ്. ഇത് നമുക്കുണ്ടല്ലോ വെറുതെ കഴിക്കാനും പറ്റും, അതേപോലെ തന്നെ നമുക്കിത് ചപ്പാത്തിക്കും എല്ലാറ്റിനും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് കോരി കോരി അങ്ങനെ കഴിക്കാനും ഭയങ്കര സ്വാദാണ്. ഇനി എന്താ വെച്ചെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് കുറുകിയിട്ടതായിട്ട് വരും. അല്ലെങ്കിൽ തന്നെ കൊള്ളിക്കിഴങ്ങ് കുറച്ച് നേരം ഇരുന്ന് അങ്ങോട്ട് കുറുകി വരൂല. അപ്പോൾ ഇതേപോലെ ആയിട്ട് നമുക്ക് ഒന്നും കൂടി ഇതായിട്ട് വാങ്ങാം. ഇതേപോലെ ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ നമുക്ക് ഈ കോഴിമുട്ട നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കോഴിമുട്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ കപ്പയും മുട്ടയും കൂടിയിട്ടുള്ള അടിപൊളി റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇതെനിക്ക് ആരാ പറഞ്ഞു തന്നെന്നറിയാം, എൻ്റെ ഒപ്പം എപ്പോഴും കാണാറില്ലേ ഷൈനിയും ലതയും. അതിൽ ലതയാണ് എനിക്ക് ഇങ്ങനെ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. പിന്നെ ഞാനിതിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കറണ്ട് പോയ കാരണം ആ വെളിച്ചെണ്ണ ഒഴിച്ചത് ഇതിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി എൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തോളോട്ടാ. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിക്ക്, പത്തിരിക്ക്, വെള്ളയപ്പത്തിന് എല്ലാറ്റിൻ്റെ ഒപ്പം നമുക്ക് ഒരേപോലെ കഴിക്കാൻ പറ്റും. പിന്നെ എന്താ പറയുക, കൂടുതൽ ടേസ്റ്റ് എന്താ പറയുക, ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇതും എന്നിട്ട് ഒരു സ്പൂണോട്ട് ഇങ്ങനെ വാരി കഴിക്കുക, കട്ടൻ ചായയും കുടിക്കുക. ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് നാലിനെ അടുത്ത വീഡിയോയിൽ കാണാം.